ഫർസീൻ മജീദ്, ഇവിടെ ഗറില്ല വാർഫെയർ ആണ് കഴിഞ്ഞ 10-44 ദിവസം കേരളത്തിന്റെ നിരത്തുകളിൽ നടന്നത്. അത് തടഞ്ഞ പോലീസിനെ ഈ തരത്തിൽ ആദരിച്ചേ പറ്റൂ. കാരണം അവർക്ക് കൊടുക്കണം, ഗുഡ് സർവീസ് സെന്റർ കൊടുക്കണം. അതുപോലെ പണിയെടുത്തവരാണ് നമ്മുടെ പോലീസുകാർ. തെരഞ്ഞു പിടിച്ച് കൃത്യമായ സേവനം നടത്തിയവർക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട സേവനം നടത്തിയവർക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്നാണ് ADGPയുടെ നിർദ്ദേശം ആ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഏറ്റവും ബഹുമാനനായ VM അസ്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ഈ കേരളത്തിനകത്ത് 10-44 ദിവസമായി ഗറില്ല പോരാട്ടമാണ് നടക്കുന്നത് എന്ന് VM അസ്കർ തന്നെ പറയുമ്പോൾ ഈ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പോരാട്ടങ്ങളെക്കുറിച്ച് ഈ കേരളത്തിനകത്ത് ജനത കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ പോലീസിന് എന്തുകൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകണം? കേരളത്തിലെ പോലീസ് ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകണം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള അവരുടെ ദുഷ്ചെയ്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടി അനുകൂലിയായിട്ടുള്ള ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന്, അവർ പറഞ്ഞതിനനുസരിച്ച് പോരാട്ടങ്ങൾ നടത്തിയതിന് അവർക്കെതിരെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഈ പോലീസിന്. പിന്നെ എന്തിന് പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം? നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാ, ഒരു DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ഞങ്ങളുടെ പോലീസ് വാഹനമാണ് ഇതെന്ന് പറഞ്ഞ് പോലീസ് വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് പോലീസ് വാഹനത്തിന് മുകളിലേക്ക് കല്ലെടുത്ത് താഴെയെടുത്ത് പോലീസ് വാഹനം തകർക്കുകയാണ്. ഇതിനും കൊടുക്കണം കേരളത്തിലെ പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ്. കാരണം എന്താ? കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നതിനനുസരിച്ച് തുള്ളിക്കൊടുക്കുന്ന ഒരു കേരളത്തിലെ പോലീസായി മാറുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കേരളത്തിലെ കോടതി ഇന്നലകളിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുറച്ച് പുറകിലോട്ടേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. വിമാനത്തിനകത്തൊരു പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ ഈ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരിക്കുന്ന അനിൽകുമാറിനെതിരെ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനകത്തും എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തെ കോടതിക്കകത്ത് പ്രൈവറ്റ് പെറ്റീഷനായി കൊടുക്കുകയും ആ കേസ് കേരളത്തിലെ കോടതി പ്രൈവറ്റ് പെറ്റീഷനിൽ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരിക്കുന്ന അനിൽകുമാറിൻ്റെ പേരിൽ അന്നൊരു FIR രജിസ്റ്റർ ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് അനിൽകുമാറിനെതിരെ FIR ഇട്ടു. അതുപോലെ കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിലെ കോടതി അനിൽകുമാറിന്റെ FIR ഇട്ടു. കേരള പോലീസിനകത്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്യൂരിറ്റിക്കകത്തുള്ള ഗൺമാനെതിരെ 1.5 വർഷത്തിനിടയിൽ 308 ഉൾപ്പെടെയുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേരള പോലീസിനകത്തുള്ള ഒരു പോലീസുകാരനെതിരെ സാധാരണക്കാരും കൊടുത്തൊരു പരാതി, പ്രതിപക്ഷ യുവജന സംഘടന ലീഡർഷിപ്പിലുള്ള ആളുകൾ കൊടുത്ത പരാതി കേരളത്തിലെ പോലീസ് സ്വീകരിക്കാതെ വന്നപ്പോൾ കേരളത്തിലെ കോടതി പരാതി സ്വീകരിക്കേണ്ട സാഹചര്യം വന്നു. ഇതിനൊക്കെ അടിസ്ഥാനമാക്കി കേരളത്തിലെ പോലീസിന് പിണറായി വിജയൻ പറയുന്നതിന് പോലെ തുള്ളിക്കൊടുക്കുന്ന കേരളത്തിലെ പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനതക്കോ കേരളത്തിലെ സാധാരണക്കാർക്കോ കേരളത്തിലെ പാവപ്പെട്ടവർക്കോ യാതൊരു ഉപകാരവുമില്ല. കേരളത്തിനകത്ത് പിണറായി വിജയൻ ഒരു നരാധമ യാത്ര നടത്തിയപ്പോൾ ആ യാത്രക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പോലീസിനകത്ത് സെക്യൂരിറ്റി കൊടുത്താലും ഞങ്ങളാരും എതിർക്കാൻ തയ്യാറല്ല. പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പോലീസ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിനകത്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ആർക്കാ? കേരളത്തിലെ DYFIക്കാർക്കാണ്, കേരളത്തിലെ SFIക്കാർക്കാണ്, കേരളത്തിലെ CPMന്റെ ഗുണ്ടകൾക്കാണ്. കാരണം എന്താ? പോലീസ് ഒരു പണിയെടുത്തിട്ടില്ല. പോലീസ് എന്തെങ്കിലും രൂപത്തിലുള്ള പണിയെടുത്താലല്ലേ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. കേരളത്തിലെ പോലീസ് എടുക്കേണ്ട പണി മുഴുവൻ ഈ 10-44 ദിവസം എടുത്തിരിക്കുന്നത് ആരാ? DYFIക്കാരും SFIക്കാരും കേരളത്തിനകത്ത് ഈ CPMന്റെ ഗുണ്ടകളുമായിട്ടുള്ള ആളുകളാണ്. സത്യത്തിൽ പിണറായി വിജയൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഗുണ്ടകൾക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ കേരളത്തിലെ പോലീസിന് കൊടുക്കാൻ പാടുള്ളൂ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പഴയങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു തെരുവ് യുദ്ധം ആരുണ്ടാക്കിയതാണ്? നേരത്തെ VM അസ്കർ ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടു. തെരുവ് യുദ്ധം ആരാണ് ഇവിടെ ഗറില്ല പോരാട്ടമൊക്കെ നടത്തിയത്? നേരത്തെ വലിയ വായിൽ സംസാരിക്കുന്നത് കേട്ടു. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ കരുണാകരന്റെ പോലീസ് വേട്ടയാടിയതും UDFിലെ ഗവൺമെന്റ് വേട്ടയാടിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ വേട്ടയാടുകളൊക്കെ ഉണ്ടായത് എന്തിന്റെ പേരിലാ? നിങ്ങൾ വലിയ പോരാട്ടങ്ങൾ ഇതിനകത്ത് വെച്ച് നടത്തിയതിന്റെ പേരിലാണോ? അല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പണ്ട് നടത്തിയ പോരാട്ടം ഒളിഞ്ഞു നിന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയത് കൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ നടത്തിയ സമരങ്ങൾ വലിയ ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ഞങ്ങൾ നടത്തുന്നത് ഒക്കെ ഈ ഒന്നിനും കൊള്ളാത്ത സമരമായിട്ട് മാറ്റുന്ന ഈ ഒരു ഗതിയെ മാറ്റിക്കൊണ്ടുവരേണ്ടത് ഈ നാടിനാവശ്യമാണ്. ശരി.